മ്യൂസിക് ഡയറക്ടർ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് അറിഞ്ഞിരിക്കണം? ട്രൂ ഓർ ഫാൾസ്? നിർബന്ധമില്ല. ഇറ്റ്സ് നോട്ട് ഫാൾസ് ബട്ട് നിർബന്ധമില്ല. വയലിൻ എന്ന ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് വായിക്കാൻ വേണ്ടി വേണ്ട സ്വഭാവ ഗുണം എന്താണ്? സാധകം തന്നെയാണ് വയലിൻ. ഇപ്പോൾ വയലിൻ മാത്രമല്ല, ഏത് ഇൻസ്ട്രുമെന്റും മ്യൂസിക്കിൽ അല്ലെങ്കിൽ കലയിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധകമാണ്. ടെൽ മീ അബൌട്ട് യുവർ ഗുരു. വയലിൻ പഠിപ്പിച്ചത്? ഞാൻ ചെറുപ്പത്തിലെ വയലിൻ പഠിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വയലിൻ അധ്യാപകൻ്റെ അടുത്താണ്. പിന്നീടാണ് ഇപ്പോൾ ഞാൻ ഏറെക്കാലമായിട്ട് പഠിച്ച ശ്രീ ഹരിഹരയ്യ എന്ന് പറയുന്ന വയലിൻ വിദ്വാൻ്റെ അടുത്ത് പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂൾ മുതൽ ഒരുപക്ഷെ കോളേജും അതിനുശേഷമൊക്കെ വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോയമ്പത്തൂരാണ്. ഇപ്പോൾ വിദ്യാരംഭ ദിനങ്ങളിൽ മാത്രമേ അദ്ദേഹത്തെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളിൽ കാണുന്നുള്ളൂ. ഒരു മ്യൂസിക് ഡയറക്ടർ ആകുമ്പോഴുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്? ഇൻഡസ്ട്രിയുടെ ഗുണദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ലെന്ന് ചിന്തിച്ചാൽ ഇതൊന്നും വിഷയമല്ല. എൻ്റെ വർക്കിങ്ങിൽ ഞാൻ ഇത് സമ്മതിക്കത്തില്ല, എന്താണ് ബിജി ബാൽ എന്ന മ്യൂസിക് ഡയറക്ടർ സമ്മതിക്കാത്ത ഒരു കാര്യം? ഫിലിം എന്ന് പറയുന്നത് ഏറെക്കുറെ കോംപ്രമൈസിൻ്റെ ഒരു കലയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു. ട്രൂ മ്യൂസിക്കേ ചെയ്യുള്ളൂ, പ്യുവർ മ്യൂസിക്കേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതാണ്. ഒരുപാട് നാടക സന്ദർഭങ്ങളെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട മ്യൂസിക്കാണ്. അപ്പോൾ കോംപ്രമൈസ് ഒരുപാട് ചെയ്യുന്നു. ഈ കോംപ്രമൈസ് ചെയ്യുമ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് പോരുക എന്നുള്ളതാണ്. ഒത്തിരി ഡയറക്ടേഴ്സ്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഇന്ന് പാട്ട് കോപ്പി അടിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആവശ്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം. എന്തിനാണ് കോപ്പി അടിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പല പാട്ടുകളും പല പ്രൊഡക്ഷൻസും നമ്മളെ കൊതിപ്പിക്കാറുണ്ട് അല്ലേ? കൊതിപ്പിക്കും. ഇത് ഗംഭീരമാണ്, ഇത് ചെയ്യുന്നു, അത് പിന്നീട് പൊസസീവ്നെസ്സിലേക്ക് വരുന്നു. ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നല്ലോ, എന്തിനാണ് അദ്ദേഹം ചെയ്തതെന്ന് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ എത്താം. എന്നിട്ട് പക്ഷെ എങ്ങനെ തന്നെയാലും റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണമല്ലോ. ആ ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മൾ ആ ഒരു ട്രൂ പ്രൊഡക്ഷനിൽ നിന്ന് മാറുകയും അത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലെത്തുകയും ചെയ്യുന്നത്. സോ ട്രൂ ആയിട്ടുള്ള ക്രിയേഷൻ അവിടെ തന്നെ നിൽക്കുകയും നമ്മളുടെ മോശമാണെങ്കിൽ പോലും ഇപ്പോൾ ദേവരാജൻ മാഷ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത് നല്ലതോ മോശമോ ആയിക്കോട്ടെ, പക്ഷെ അത് എൻ്റേതാണ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ അതാണ് നല്ലതെന്ന് തോന്നുന്നു. പല മ്യൂസിക് ഡയറക്ടേഴ്സും കോമൺലി പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ റീസൺ ആണ്, അത് ഒരേ രാഗമായതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ടു ദ കോമൺ മാൻ. അത് ശരിക്കും സത്യമാണോ, അത് ശരിക്കും കോപ്പിയടി ആയതുകൊണ്ടാണോ? അത് സത്യമാണ്. ഏറെക്കുറെ രാഗത്തിൽ ഛായകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ആനന്ദ ഭൈരവി എന്ന് പറയുന്ന രാഗത്തിൽ ഒരു 5 പാട്ടെടുത്ത 5 ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. അതിനെ മാറ്റം ഉണ്ടാക്കുന്ന വരികളാണ്, വരികളും സന്ദർഭങ്ങളുമാണ്. അതാണ് സത്യം. ഇപ്പൊ മോഹനം ഏത് രാഗം എടുത്തോളൂ, ആഭേരി ഏത് രാഗം എടുത്താലും സാമ്യങ്ങൾ, അതാണ് രാഗത്തിനെ രാഗമാക്കുന്നത്. ഇപ്പൊ വാൽക്കണ്ണെഴുതിയ മകരനിലാവേ മാമ്പൂമണമൊഴു ആറാട്ടിനാനകളെഴു, ഇതൊക്കെ ഒരു വരി കഴിഞ്ഞ് അടുത്ത വരി പാടാവുന്നേ ഉള്ളൂ. ഒരു 5 പാട്ടിന്റെ 5 വരി മാറ്റി പാടിയാലും പുതിയതായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഒരു പാട്ടായിട്ടേ തോന്നും. അതാണ് അതിൻ്റെ ഒരു രാഗത്തിന്റെ ഭാവം. ഓക്കെ. ആക്ച്വലി ഒരു സമയം കഴിഞ്ഞ് ഇൻ ദി ഇൻഡസ്ട്രി സ്റ്റീരിയോടിപ്പിക്കൽ ആവാം നമ്മുടെ എല്ലാവരുടെയും മ്യൂസിക് എന്ന് വിശ്വസിക്കുന്നു. മ്യൂസിക്കിന് അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ഒന്നും ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സന്ദർഭങ്ങൾ 100ഉം 1000ഉം ഉണ്ടെങ്കിൽ മ്യൂസിക്കും ഒരേ അവസ്ഥയിൽ 100ഉം 1000ഉം ആകാം. അത് വരികളും അതിൻ്റെ സന്ദർഭങ്ങളും ഒക്കെയാണ് പാട്ടുകളെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോൾ എൻ്റെ 80ഓളം സിനിമകൾ ചെയ്തതിൽ പാട്ടുകൾ നിരത്തി വെച്ചാൽ ഒരുപാട് സമാനതകളുണ്ടാവും അതിൽ തന്നെ. മ്യൂസിക് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള കാര്യമാണല്ലോ. നമ്മൾ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നു, ഡിസ്കവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് നമുക്കൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു പാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തിനാണ്? ലിറിക്സിനാണോ മെലഡിക്കാണോ? അത് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് പാട്ടിനെ സംബന്ധിച്ചിട്ട്. ഗാനം എന്ന് പറയുന്നത് മ്യൂസിക് പ്ലസ് ലിറിക്സ് ആണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മ്യൂസീഷ്യനെ സംബന്ധിച്ച് ലിറിക്സിനെ ബഹുമാനിക്കാനും ലിറിക് റൈറ്ററെ സംബന്ധിച്ച് മ്യൂസിക്കിനെ ബഹുമാനിക്കാനും പറ്റുമ്പോഴാണ് ഇതിനകത്തൊരു ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും വലുത്. 60-40 ആണ് അല്ലെങ്കിൽ 40-60 ആണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു മണ്ടത്തരം നമ്മൾ തുടങ്ങുകയാണ്. അത് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ലിറിക്കൽ കോൺസെപ്റ്റിൽ വരുന്ന സോങ്സ് ആണ് ബിജി ബാലിന്റെ. ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുമ്പോഴാണ് ലിറിക്സ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദ്യം വരുന്നത്. ലിറിക്സ് ഇസ് വാട്ട് വിച്ച് ദ സോങ് സേസ്, വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. എന്തിനു വേണ്ടിയാണ് ഈ പാട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് ലിറിക്സ് ആണ്.
ഇപ്പൊ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം എന്ന് പറഞ്ഞാൽ വിപ്ലവ ഗാനമാണെന്ന് തിരിച്ചറിയുന്നത് ട്യൂൺ കൊണ്ടല്ല, ലിറിക്സ് കൊണ്ടാണ്. ആ ലിറിക്സ്, ആ ട്യൂണിൽ ഒരു പ്രണയഗാനം എഴുതാൻ അത് പ്രണയഗാനമായി മാറും, അത്രേ ഉള്ളൂ. അല്ലാതെ ട്യൂൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്യൂൺ വച്ചുകൊണ്ട് നമുക്കൊരു എക്സ്പ്രഷൻ, ഇപ്പോൾ ഒരു മരണ വീട്ടിൽ ഉള്ളൊരു ട്യൂൺ നമ്മൾ രാഗം വെറുതെ പാടിയിട്ട് അത് പിറ്റേ ദിവസം പ്രഭാതത്തിൽ കൊണ്ട് പാടിയാൽ അത് പ്രഭാത ഈണമായി മാറുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് വരി എന്ന് പറയുന്ന ഒരു സാധനം എവിടെയും മ്യൂസിക് അതൊരു അതിഭൗതികമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ ഡെപ്പിക്ട് ചെയ്യാൻ വേണ്ടി അല്ല ഇവിടെ മ്യൂസിക് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഇസ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. നമുക്ക് സെൽഫ് റെജുവിനേഷനും റിഫൈൻമെന്റിനും വേണ്ടിയാണ് മ്യൂസിക് ഉണ്ടായത്. അതായത് ഒരാൾ എൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ചു, ഞാനൊരു പാട്ട് പാടിയേക്കാം, അതല്ല മ്യൂസിക്. മ്യൂസിക് അപ്ലൈ ചെയ്യുന്നത് ഒരു ഭൗതികമായിട്ടുള്ള കാര്യത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ ആണ് അവിടെ ലിറിക്സ് വരുന്നത്.